ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി രേണുസുതിയെ കാണുവാൻ വേണ്ടിയിട്ട് കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ചെറുക്കനെ ഓർത്തിട്ട് അറപ്പ് തോന്നുക. കാരണം മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ആ ചെറുക്കന് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ക്യാൻസർ രോഗ ബാധിതയായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ സ്ത്രീയെ കാണാൻ പോകുമ്പോൾ ഇത്തരത്തിൽ പരിഹാസ രൂപേണ ഒരു വീഡിയോ ചെയ്യാണ്ട് മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല. എന്തായാലും അവരിട്ടിരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയത്? നാട്ടുകാർക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കും. അത് പരിഹരിക്കാണ്ട് നീയല്ല കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ MP. അതൊന്ന് ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ MLA നീയല്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ വിഷമത്തെക്കുറിച്ച് നീ ആലോചിക്കണ്ട. അവിടെ ആ ഹോസ്പിറ്റലിൽ ICUവിൽ കഴിയുന്നത് നിന്റെ അച്ഛന്റെ വിധവയാണ്, നിന്റെ അനുജൻ ഋതപ്പന്റെ അമ്മയാണ്. അത് ഓർക്കണം. നീ ഇപ്പോൾ പലരുടെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന റോബോട്ട് മാത്രമാണ് നീ. നിനക്കൊരു സ്വാതന്ത്ര്യമില്ല. നീ ഇവരെ പോയി കാണണമെങ്കിൽ പോലും അവിടെ പോയി കാല് പിടിക്കണം, അല്ലെങ്കിൽ അവരോട് കെഞ്ചി അനുവാദം മേടിക്കണം. അതാണ് നിന്റെ സിറ്റുവേഷൻ. നട്ടല് വേണം, അത് നിനക്കില്ല. വെറുതെ ആണാണെന്ന് പറഞ്ഞുകൊണ്ട് മീശ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വേറെ ഉണ്ട് കുറെ ഗുണങ്ങൾ, അത് നിനക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ആണായിട്ട് പിറന്ന ഒരുത്തരും ഒരാൾ അസുഖം ബാധിച്ചു കിടക്കുമ്പോൾ അയാളെ പരിഹസിക്കില്ല. അവർക്ക് എത്ര വലിയ ശത്രുവാണെങ്കിലും അവരുമായിട്ട് എത്ര വലിയ ശത്രുത ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നീ ചെയ്യും. കാരണം നീ ആണല്ല, പെണ്ണുമല്ല. മനസ്സിലായോ? എന്നാലും രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇവരെ 11 വയസ്സ് തൊട്ട് ഒരു പക്വത എത്തുന്നത് വരെ നിങ്ങൾ നോക്കിയെന്ന് പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ട്, ആ ടൈമിൽ നിങ്ങൾ തെരുവിൽ കിടക്കുന്ന ഒരു ചാവാലിപ്പട്ടിക്ക് ഒരു നേരത്തെ അന്നം വാങ്ങി നൽകിയിരുന്നുവെങ്കിൽ ഇന്നത് വാലാട്ടി സുതിലയത്തിന് മുന്നിൽ വന്നു നിന്നേനെ. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളത് ചെയ്തില്ല. പകരം നിങ്ങൾ പാൽ കൂട്ടിയത് ഒരു പാമ്പിനായിരുന്നു. ആ പാമ്പാണ് ഇന്ന് നിങ്ങളുടെ ഈ ഒരു പരിസ്ഥിതിയിൽ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് നാട്ടുകാർക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. എന്നാൽ ഇവർ ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ താഴെ 1-2 കമന്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ കമന്റുകളൊന്ന് വായിക്കാം. അതിനകത്ത് 3 കമന്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി, ആൾക്കാരെ ബോധിപ്പിച്ച് പോകണമെന്നില്ല, എന്തായാലും നിന്നെ സമ്മതിച്ചു. നിന്നെയും നിന്റെ അച്ഛനെയും നിന്റെ തള്ള ഇട്ടിട്ട് പോയപ്പോൾ ഈ പറയുന്ന രേണുവേ ഉണ്ടായിരുന്നുള്ളൂ. പൊന്നുമോനെ, വന്ന വഴി മറക്കാതെ നിനക്ക് സ്റ്റേജിന്റെ കർട്ടന്റെ പുറകിൽ കടന്ന ഒരു കാലമുണ്ടായിരുന്നു. മറക്കണ്ട നീ. അതെ, കൊല്ലസുതി സ്റ്റാർ മാജിക്കിൽ വെച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അസീസ് എന്ന് പറയുന്ന ഇന്നത്തെ സിനിമാ താരത്തിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചിട്ട് സ്റ്റേജിൽ സ്കിറ്റ് കളിക്കാൻ പോയ കഥ. അതേപോലെ തന്നെ കർട്ടന്റെ പിന്നിൽ നിന്നെ ഉറക്കി കിടത്തിയിട്ട് സ്കിറ്റ് കളിക്കാൻ കയറിയ കഥ. അന്ന് ആ മനുഷ്യനെ കണ്ണു നിറയുന്നത് ഞങ്ങൾ മലയാളികൾ കണ്ടതാണ്. അങ്ങനെയുള്ള നിന്നെ ഈ ഒരു കുറച്ചു കാലമെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയത് ഈ പറയുന്ന രേണുവാണ്. ഒന്ന് പോടാ, നീ പോയില്ലെങ്കിലും അവൾക്ക് ഒരുപാട് പേരുണ്ട് പ്രാർത്ഥിക്കാൻ. നിനക്ക് നന്ദിയില്ല. അത് മനസ്സിലാക്കാൻ നിനക്ക് അത് മനസ്സിലായി. പിന്നെ നീ എത്ര ഉയരത്തിലെത്തിയാലും അവളെക്കാൾ ഉയരത്തിലെത്തില്ല. ഓർത്താൽ നല്ലത്. ശരിയാണ്, നീ എത്രത്തോളം ഉന്നതിയിലെത്തിയാലും നീ ഒരിക്കലും നന്നാവില്ല കിച്ചു. കാരണം മറ്റൊന്നുമല്ല, നീ അമ്മ എന്ന് വിളിക്കുന്ന കാലത്തോളം അവർക്ക് നീ മകനാണ്. അവരത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇന്ന് അവരുടെ ആ രോഗത്തെ പോലും പുച്ഛിച്ചുകൊണ്ടാണ് പോയത്. കാരണം നീ ട്രാപ്ഡ് ആണ്. നീ ഊരാ കുടുക്കിലാണ് ചെന്ന് വിട്ടിരിക്കുന്നത്. ആ കുരുക്കിൽ നിന്ന് ഒരു മോചനം നീ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ നീ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ വലിച്ചു കീറാനുള്ള പല എവിഡൻസും അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ വെച്ച് കരിവാക്കി രേണുവിനെതിരെ ഈ കളി മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ പോയത്? ദൈവത്തെ ഓർത്ത്. രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി ഈ വൃത്തികെട്ടവൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഋതപ്പനെ ഇവനെ ഏൽപ്പിക്കരുത്. നാളെ ഒരു പക്ഷേ ഇവന് ജയിക്കാൻ വേണ്ടിയിട്ട് രേണുസുധീനെ ഒന്നുകൂടി ട്രോമയിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ നൈസായിട്ട് കൊല്ലത്തിന് പോകും. അതിനുശേഷം ഇവനൊരു കേസും ഫയൽ ചെയ്യും. രേണുവിന് സുഖമില്ല, കുട്ടിയുടെ സുരക്ഷയിൽ എനിക്ക് ആശങ്കയുണ്ട്, ഞാൻ നോക്കിക്കോളാം, അച്ഛൻ്റെ അമ്മ ഇവിടെയുണ്ട്, അച്ഛൻ്റെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു കേസും കൂടി അങ്ങ് ഫയൽ ചെയ്യും. ഇല്ലെങ്കിൽ ഇവനെ കൊണ്ട് ചെയ്യിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവൻ ആ വീടിന്റെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചുള്ള സ്നേഹം മാത്രം മതി, പുറത്തേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് വിലക്കണം. അതിന് രേണുവും തയ്യാറാവണം.
കാരണം മനസാക്ഷി ഇല്ലാത്തൊരു വ്യക്തിയാണ്, എന്തും ചെയ്യും ഈ ഒരു അവസരത്തിൽ. കാരണം ഇതിനു മുൻപ് ഇവനൊരു പിടിവള്ളിയില്ലായിരുന്നു രേണുവിൻ്റെ കയ്യിൽ നിന്ന് റിതപ്പനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു പിടിവള്ളിയായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. രേണുവും ഫാമിലിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഇവൻ കേസുമായിട്ട് മുന്നോട്ട് പോയി റിതപ്പനെ സ്വന്തമാക്കിയിട്ട് ഈ രേണുവിനെ പെരുവഴിയുടെ കണ്ട് ഇപ്പം മടിക്കത്തില്ല. കാരണം മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഈ ചെറുക്കനില്ല. കൊല്ലം സുധിയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവന് മനുഷ്യത്വം, മനുഷ്യപ്പറ്റി ഈ രണ്ട് സാധനത്തെക്കുറിച്ചും യാതൊരു ബോധ്യവുമില്ല. അപ്പോൾ ശരി, എന്നാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, ബൈ.